ഒരു അക്കാദമിക വർഷം കൂടി നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇടയിലൂടെ അങ്ങ് കടന്നുപോയി. ഓൺലൈനായി നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടിയുടെ TCക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, എങ്ങനെ അത് ലഭ്യമാക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്പൂർണ്ണ എന്ന വെബ്സൈറ്റാണ്, വെബ് പോർട്ടലാണ് ഇന്ന് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നമുക്ക് ഇത്തരത്തിലുള്ള നടപടികൾക്ക് വേണ്ടി വെബ്സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട് എൻ്റർ ചെയ്ത് മുന്നേറാവുന്നതാണ്. നമ്മുടെ ഫോണിൽ ലഭ്യമായ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ലഭ്യമായ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം samburnakite.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഏറ്റവും മുകളിലായി ആദ്യമായി കാണുന്ന സമ്പൂർണ്ണ എന്ന ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്പൂർണ്ണയുടെ പ്രധാന ഇൻ്റർഫേസ് പേജിലേക്ക്, ആമുഖ പേജിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. തുടർന്ന് ഇവിടെ യൂസർ ഗൈഡ്, ഗവൺമെൻറ് ഓർഡർ, ഓൺലൈൻ അഡ്മിഷൻ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതുപോലെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്ന സംവിധാനം ഒക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നത് വിദ്യാലയങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് അതത് പ്രധാന അധ്യാപകരായിരിക്കും. നമ്മളിവിടെ TCക്ക് അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലഭിക്കുന്ന ഒരു ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മുടെ കുട്ടിയുടെ വിവരങ്ങളാണ് നമ്മൾ ആദ്യമായി ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ മകന് അല്ലെങ്കിൽ മകളെ വിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ നൽകിയ അതേ രീതിയിൽ തന്നെ പ്രത്യേകം ടൈപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ഒരു വിദ്യാർത്ഥിയുടെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. രാഹുൽ കെ എന്ന വിദ്യാർത്ഥിയെ ഞാനിവിടെ എൻ്റർ ചെയ്തു. നെയിം ഓഫ് ഫാദർ ഓർ മദർ, അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് അടുത്തതായി ടൈപ്പ് ചെയ്തു. രാജേഷ് എന്ന് അച്ഛൻ്റെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഒരു മൊബൈൽ നമ്പറും ഞാനിവിടെ ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു. അടുത്തതായി കുട്ടി നിലവിൽ പഠിച്ച ക്ലാസ്, 4ാം ക്ലാസ്സിലാണ് കുട്ടി പഠിച്ചതെങ്കിൽ ഏത് ക്ലാസ്സിലാണോ ഇപ്പോൾ കുട്ടി പഠിക്കുന്നത് ആ ക്ലാസ്സാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സാണ് എൻ്റർ ചെയ്യേണ്ടത്. കുട്ടി ഏത് ക്ലാസ്സിലേക്കാണ് എന്നതല്ല, ഇപ്പോൾ അവസാനമായി പഠിച്ച ക്ലാസ്. ഇനി ഡിവിഷനുള്ള വിദ്യാലയമാണെങ്കിൽ ഡിവിഷൻ നമുക്കിവിടെ ABCD എന്നുള്ള രൂപത്തിൽ ഡിവിഷൻ ഏത് ക്ലാസ്സിലാണോ കുട്ടി പഠിച്ചത് ആ ഡിവിഷൻ നൽകാം. അഡ്മിഷൻ നമ്പർ, കുട്ടിക്ക് അഡ്മിഷൻ നമ്പർ നിലവിൽ ഉണ്ടായിരിക്കും. ആ അഡ്മിഷൻ നമ്പർ നമുക്ക് അറിയുമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. കുട്ടിയുടെ ഡയറിയിലോ അല്ലെങ്കിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ നമുക്ക് ഈ അഡ്മിഷൻ നമ്പർ കാണാവുന്നതാണ്. അറിയുമെങ്കിൽ മാത്രം എൻ്റർ ചെയ്താൽ മതി. ഇനി ഇവിടെ സ്കൂൾ മാറുന്നതിനുള്ള ഒരു കാരണം ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് സ്കൂൾ മാറുന്നതിനുള്ള കാരണമായി ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ 4 വരെയുള്ള ക്ലാസ്സുകളെ നിലവിൽ ഇവിടെ ഈ വിദ്യാലയത്തിലുള്ള, അതുകൊണ്ട് തുടർന്ന് പഠിക്കാൻ മറ്റ് വിദ്യാലയത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഹയർ സ്റ്റഡീസ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്തു. തുടർന്ന് ഇപ്പോൾ പഠിക്കുന്ന ജില്ല, ഇപ്പോൾ കുട്ടി നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ജില്ലയിലാണ്, ഞാനിവിടെ കോഴിക്കോട് എന്ന ജില്ല കൊടുത്തു. കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയത്തിലാണ് എന്നതാണ് അടുത്ത ചോദ്യം. സെലക്ട് പ്രസൻറ്റ് സ്കൂൾ, ഇപ്പോൾ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയം. അത് ഈ ജില്ലയിലെ അതിൻ്റെ വിദ്യാലയത്തിൻ്റെ കോഡ് അറിയുമെങ്കിൽ നമുക്കത് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ALPS കോണോട്ട് എന്ന വിദ്യാലയത്തിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തു. ഇനി അടുത്തതായി ട്രാൻസ്ഫർ ആകേണ്ട ജില്ല, ഡിസ്ട്രിക്ട് വിത്ത് സ്റ്റുഡൻറ്റ് നീഡ് അഡ്മിഷൻ എന്നാണ് ചോദിക്കുന്നത്. ഏത് ജില്ലയിലെ വിദ്യാലയത്തിലേക്കാണ് കുട്ടി തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതേ ജില്ലയിൽ തന്നെ ആയിരിക്കും മിക്കവാറും. അധിക വിദ്യാർത്ഥികളും അതത് ജില്ലകളിൽ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കോഴിക്കോട് തന്നെ കൊടുത്തു. ഇനി മറ്റ് ജില്ലയിലാണെങ്കിൽ ആ ജില്ല കൊടുക്കാവുന്നതാണ്. ഇനി ആ ജില്ലയിലെ ഏത് വിദ്യാലയത്തിലേക്കാണ് കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് വിദ്യാലയത്തിലേക്കാണ് എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള പയമ്പ്ര ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പേര് കൊടുത്തു, GHS പയമ്പ്ര എന്ന് കൊടുത്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ
ടി സിയുമായി ബന്ധപ്പെട്ട അപേക്ഷയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇവിടെ നമ്മൾ കുട്ടി തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാലയം അത് കൃത്യമായി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ അപേക്ഷ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, ടി സിക്കുള്ള അപേക്ഷ ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം. കാരണം പിന്നീട് നമ്മൾ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ നൽകി സ്കൂൾ അധികൃതർ ഈ വിദ്യാലയത്തിലേക്ക് കുട്ടിക്ക് ടി സിക്ക് അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തിരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് പഠിക്കുന്ന വിദ്യാലയം ഏതെന്ന് രക്ഷിതാക്കൾ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം ഈ ഒരു അപേക്ഷ ഫില്ല് ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാഥമികമായ നടപടികൾ പൂർത്തിയായി. പിന്നീട് നമുക്ക് ഇതിൽ തന്നെയുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ അപേക്ഷയുടെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾക്ക് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ നമുക്ക് ലഭ്യമാകും. ആ റഫറൻസ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് അപേക്ഷയുടെ സ്ഥിതി നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ റഫറൻസ് നമ്പറും മൊബൈൽ നമ്പറും ഇവിടെ എൻ്റർ ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷയുടെ തൽസ്ഥിതി നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഇവിടെ ഇൻ പ്രോസസ്സിംഗ് എന്ന് ഒന്നുകിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കും, നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇവിടെ ആ സ്കൂളിൽ നിന്നും അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്കൂളിലേക്ക് അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജായിരിക്കും നമ്മൾ സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ഏറ്റവും താഴെയായി ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ടി സിയുടെ പ്രിൻ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കുട്ടിയെ ചേർത്തുന്ന സമയത്ത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിദ്യാലയവുമായി ബന്ധപ്പെടുമ്പോൾ അവരാവശ്യപ്പെടുമ്പോൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്തരത്തിലാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിൽ നിന്ന് ടി സി ലഭ്യമാക്കുന്നത്.